ഹലോ ഗൈസ്, വെൽക്കം ടു വള്ളിയും പുള്ളി. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മ ഇന്നൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരു മ്യൂസിക് ചാലഞ്ചാണ്. ഒരു കഴിഞ്ഞ വീഡിയോ ഒരു ചലഞ്ച് ആയിരുന്നു. അപ്പൊ ഈ വീഡിയോ ഒരു ചാലഞ്ചാണ്. സംഭവം ഒരു അടിപൊളി ചലഞ്ചാണ്. അതെ, ഞാനാണ് ചലഞ്ച് ഹോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവർക്ക് രണ്ടാൾക്കുമാണ്. ഞാൻ രണ്ടാളും ഒരേ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരുത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എങ്ങനെയാന്ന് പറഞ്ഞാല് ഞാൻ ജസ്റ്റ് ഗെയിം പറഞ്ഞത്. നിങ്ങൾക്ക് ഗെയിം അറിയോ? അപ്പൊ ചലഞ്ച് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു പാട്ടിന്റെ, എനിക്ക് പാട്ടോടെ അറിയില്ല കേട്ടാ. അപ്പൊ ഞാൻ ജസ്റ്റ് പാട്ട് പറഞ്ഞു തരും. അപ്പൊ ഇവർ രണ്ടാളും നല്ല സിംഗേഴ്സാണ്. പാരില് ജയിക്കുന്ന അപ്പൊ നിങ്ങൾ ആര് ജയിക്കുന്നതാണ് എനിക്ക് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കാണ് ചാലഞ്ച്. ജയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് 500 റുപ്യാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഈ 500 ആർക്ക് കിട്ടും? നിങ്ങൾ ജയിക്കാൻ വേണ്ട. അപ്പം എങ്ങനെ ഗെയിം പറഞ്ഞാ ഞാനൊരു പാട്ട് പാടും, നിങ്ങൾ അതിന്റെ ബാക്കി കണ്ടെത്തണം. ആദ്യമേ എല്ലാവരും പറയാം എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. അപ്പൊ എല്ലാരും അപ്പൊ ഗൈസ് നമ്മളെ ചാലഞ്ച് തുടങ്ങലായി. അപ്പൊ ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. പാട്ടൊന്നും പാടാൻ അറിയില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. ആരും നോക്കണ്ട കേട്ടോ, രണ്ടാളും. ഫസ്റ്റ് കിട്ടുന്നവരല്ലേ? ഫസ്റ്റ് ആരോ പാടുന്നേ നോക്കണം നിങ്ങൾ. അത് ഞാൻ പറയാ. ഫസ്റ്റ് അമൃതമായി അഭയമായി ജനനി നീ ഡാഷ് 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 ഏത് പാട്ടാണിത്? സത്യം പറഞ്ഞ ഇത് കേട്ടിട്ടോ. കുറച്ച് ഈസി പാട്ടെല്ലാം തരണം. അപ്പൊ നെക്സ്റ്റ് ടൈം ഈസി പാട്ട് തരാം. അപ്പൊ ഈ ഒരു ഇതില് ഞാനാണ് ജയിച്ചിട്ടില്ല ഗൈസ്. ഇവര് രണ്ടാക്കും കോഴിമുട്ട. അപ്പൊ ഗൈസ് പാട്ടിൽ നിന്ന് എങ്ങനെ പാടില്ല? അല്ല പാടാൻ ചാലഞ്ച് ചൂടില്ല. അടുത്ത ഞാൻ പറഞ്ഞരാ. ചെമ്പഴുക്ക നല്ല ചെമ്പഴുക്ക നീ മുമ്പിൽ കുളിച്ചൊരു ഫാൾസാണ്. നീ പാടണം. ഫസ്റ്റ് വരി പറ ഒന്നും കൂടി. അതന്നെ. ചെമ്പഴുക്ക നല്ല ചെമ്പഴുക്ക നീ മുമ്പിൽ. അല്ല ഗൈസ്, ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ടല്ല. അപ്പം ഇതില് ഇവര് തോറ്റിരിക്കുന്ന എന്താ ഗൈസ്, ഞാൻ പാട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്. അപ്പൊ നിങ്ങൾ പാടും. നിങ്ങൾ വലിയ സിംഗേഴ്സ് രണ്ടാളും. അടുത്ത് കുറച്ച് എളുപ്പില്ല അറിയാം. നനയുമേ മഴ പോലെന്റെ മനസ്സേ. അപ്പൊ നെക്സ്റ്റ് സോങ്, മൂന്നാമത്തെ സോങ്ങിലേക്ക് കടക്കാന്ന്. ഇതൊന്നും നിങ്ങൾ കിട്ടണം. ഓക്കെ, കിട്ടില്ലേ? അഴലിന്റെ ആഴങ്ങളിലായി അവൾ മാഞ്ഞു പോയി. അപ്പം ഇനി നെക്സ്റ്റ്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി നാലാമത്തെ സോങ്ങിലേക്ക് കടക്കാണ്. ജീവാംശമായി. ഇതില് ജിസ്നക്കാണ് ഫസ്റ്റ്. ജിസ്നയാണ് ഫസ്റ്റ് പറഞ്ഞില്ല. 5 അല്ല, ജിസ്നയാണ് ഗൈസ്. അപ്പൊ ജിസ്ന ഈ ഒരു പാട്ടില് മുന്നേറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം രണ്ടുപേർക്കും ഒരേപോലെ 1 പോയിന്റ് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ അടുത്തതിൽ ആരാണോ നോക്കുന്നത് നമുക്ക് നോക്കാം. ടോട്ടല് 10 പാട്ടാണെങ്കിൽ 10 പാട്ടില് ആർക്കാണോ ഏറ്റവും കൂടുതൽ അവർക്കായിരിക്കും ഈ ഒരു 500 രൂപ ഞാൻ കൊടുക്കല് ഗൈസ്. ഓക്കെ. അപ്പൊ ഗൈസ് ഇനി അടുത്ത 5ാമത്തെ സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ പാട്ട് പാടലായി. മുത്തുച്ചെപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ വന്നൊരു ശ്രീരാഗം, മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി എന്നും നിന്റെ പോയി ഗൈസ്. അപ്പം ഇപ്പൊ ആരാന്ന് മുമ്പ് ഞാൻ ഇതിലും പാടിയിട്ടില്ലേ. അപ്പൊ ജീസിനൊക്കെ 2 പോയിന്റും 5ക്ക് 1 പോയിന്റ് ആണെന്നില്ല ഗൈസ്. അപ്പൊ 5 അടുത്തതിൽ ഇനി ഓളെ പിടിക്കണം. ഇപ്പഴേ 5 മുന്നിലേക്ക് കയറി വരുന്ന പറയുന്ന ജീസിനെ. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് 6ാമത്തെ പാട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ ഇപ്പൊ എല്ലാം എളുപ്പമില്ല കൊടുക്കുന്നത്. ബിക്കോസ് ഇവർക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടില്ല, 2 പേർക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് കുറച്ച് എളുപ്പമില്ല എന്നാണ് കൊടുക്കുന്നത്.
അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. അപ്പൊ ഗൈസ് ഇതിൽ 5 കൊണ്ടുപോയിട്ടില്ല. അപ്പൊ 5ക്ക് 2, ജിസ്നക്ക് 2. അപ്പൊ ഗൈസ് ഇനി 7ാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് കടക്കാൻ പോന്നേ. ഇതിൽ ആരാ മുന്നിലുള്ളത്? രണ്ടുപേര് സെയിം ആയിട്ടായില്ലേ. അപ്പം 10 റൗണ്ടാണ് ഉള്ളത്. ആര് മുന്നിലെത്തി നോക്കാം, ആർക്കാണ് 500 രൂപ കിട്ടുന്നത്. അടുത്ത പാട്ട് ഞാൻ പാടുകയാണ്. ഓരോ ഋതുവിനിൽ ആരോ. ടൈം ഔട്ട് ഇല്ല. ആദ്യം കിട്ടുന്നത് ആലോചിച്ചോ. കിട്ടുന്നില്ലാണ് എനിക്ക്. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധ മതിഹാടം. ഈ റൗണ്ടിൽ മുന്നേറിയിട്ടിരിക്കാണ്. ഇപ്പത്തെ എല്ലാ പാട്ട് ഇവർക്ക് ഏകദേശം കിട്ടുന്നുണ്ട്. ഫസ്റ്റത്തെ 2 പാട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടാ. അപ്പൊ ഗൈസ് നമ്മൾ ഇനി 8ാമത്തെ റൗണ്ടിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ ഇത്രയും നേരം ഞാൻ മലയാള സോങ്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവർക്ക് കുറച്ചൊന്ന് എളുപ്പത്തിൽ പാട്ട് കൊടുക്കാം അല്ലേ. അപ്പം അടുത്തത് ഞാൻ പാടട്ടെ. ഹിന്ദി ആയാലോ? ഹിന്ദി വേണോ, ഇംഗ്ലീഷ് ആണോ, മലയാളം വേണോ? ഓൾ ഇംഗ്ലീഷ്, ഹിന്ദി, നമ്മളെ ടെക്സ്റ്റിലെ കവിത പാടേണ്ട ഒരു പണ്ടത്തെ അതല്ലാണ് ഹിന്ദി പാടാം. ഒരു കവിത എവിടെയാ ഇംഗ്ലീഷ് പഠിച്ച ഓർമ്മയില്ല ഗൈസ്. ഒരു കാറ്റിന്റെ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ഞാൻ പാട്ടിടാം. ഹംകോ തെരെ बिना जीना तुझसे खा जाना मैं जाने 5ന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് ഗൈസ്. हमको തളരരുത്. हमको तेरे बिना जीना तुझसे खा चले जाना फिर मैं जाने जहाँ. അപ്പൊ ഗൈസ് ഈ റൗണ്ടിൽ 5 കൊണ്ടുപോയിട്ടില്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പം നമ്മളെ ഈ ഒരു അല്ല നമുക്ക് കഴിയാനായി. അപ്പൊ ഇത് 9th റൗണ്ടാണ്. ഇപ്പൊ രണ്ടുപേരും 3-3 എന്ന പോർഷനാണ് ഉള്ളത് ഗൈസ്. അപ്പൊ ആര് ജയിക്കും, നമുക്ക് ആരാണ് എൻ്റെ 500 രൂപ കൊണ്ടുപോയി നോക്കാം. നമുക്ക് അടുത്ത സോങ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സോങ് ആണ്. ആരായിരിക്കും ഫസ്റ്റ് പാടുന്നത് അവർക്കായിരിക്കും ഈ ഒരു റൗണ്ടിൽ മാർക്ക് കിട്ടില്ല കേട്ടാ. അത്രക്ക് ഫെമിലിയർ ആയിട്ടുള്ള പാട്ടാണ്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം വാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. അപ്പൊ ഗൈസ് ഈ റൗണ്ട് ജിസ്നെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ 9th റൗണ്ടിൽ ജിസ്നക്ക് 4ഉം 5ക്ക് 3 മാർക്സും ആണുള്ളത്. അപ്പൊ ഈ ഒരു റൗണ്ടില് അനിജ പാടിക്കഴിഞ്ഞാൽ 2 പേർക്കും 500 രൂപ ഇല്ല. ഞാൻ തന്നെ എടുക്കട്ടാ. ജിസ്നയാണ് ഒരു മാർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ജിസ്നക്ക് ഒരു 500 രൂപ കിട്ടും. അപ്പൊ ആര് ഈ ഒരു ഗെയിമിൽ ഞാൻ ജയിക്കോ ജിസ്ന ജയിക്കോ നോക്കാം നമുക്ക്. 5 നീ വിട്ടെന്നുള്ളില്ലെങ്കിൽ ഷാനയുടെ പൈസ കിട്ടൂല. ഞാൻ പാടല്ലേ ഉണ്ട്. അല്ല നീ എനിക്ക് വിട്ടേർന്നു. ഓ അപ്പൊ നീ ജയിക്കൂലേ? നമുക്ക് മന്തി വാങ്ങി ഇവിടെ ഒന്നും കിട്ടൂല. പാവം ഞാൻ ഗൈസ്. അപ്പൊ അടുത്ത പാട്ട് നമുക്ക് കൊടുക്കാം. 10th റൗണ്ട്, അതായത് ഈ ഒരു മത്സരത്തിന്റെ ഏറ്റവും ഫൈനൽ റൗണ്ട് ആണ് കേട്ടോ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അപ്പൊ ഈ റൗണ്ടിൽ ജിസ്ന ജയിച്ചാല് ജിസ്നക്കാണ് ഈ ഒരു പൈസ കിട്ടില്ലേ. എനിക്ക് ഉറപ്പാണ് ഞാൻ ഇനി കൊടുക്കാവുന്ന പാട്ട് ജിസ്നക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്താ വെച്ചാല് ജിസ്ന പണ്ട് മുതലേ പാട്ട് പാടുന്നതാണ്. ഞാൻ സോങ് ആണ് ഞാനിവിടെ പാടാവുന്നത്. ഫസ്റ്റ് അത്
അനുജയാണ് പാടുന്നെങ്കിൽ ജിസ്നക്ക് ഈ ഒരു മാർക്ക് കിട്ടൂല. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. രാജഹംസമേ മഴവിൽ പാട്. സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമി. മതി മതി മതി. നമുക്ക് മതി. നീക്ക് പാട്ട് പാടിക്കൂടെ മോളെ? Guys, എനിക്ക് സത്യം പറഞ്ഞ ഈ പാട്ട് അത്ര കുറച്ച് പഴയ സോങ് സോങ് ആയതുകൊണ്ട് പാവം ഞാൻ 500 പക്ഷെ എന്തായാലും ഞാൻ ചാലഞ്ച് ചെയ്തിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പൈസ ഇവിടെ കൊടുക്കാൻ പോയേനെ. അപ്പൊ നമുക്ക് വിന്നർ വിളിക്കാം. അപ്പൊ 500 രൂപ ജിസ്നക്ക് കൊടുക്കാം. അപ്പം ഞാൻ കൊടുക്കാൻ പോയത് പാവം നമ്മ ഷെയർ ഇട്ടിട്ട് മന്തി വാങ്ങും. അപ്പൊ ഗൈസ് ഞാൻ ഈ ഒരു 500 രൂപ ജിസ്നക്ക് കൊടുക്കാൻ പോയെന്ന്. ഇതെനിക്ക് മാത്രം. അപ്പൊ ഗൈസ് ജിസ്ന നമുക്ക് 3 കൂടി മന്തി വാങ്ങി തരും. രണ്ടാളും മന്തിക്ക് 260 എത്രയും ഉണ്ട്. ആ സാലറി ഞാൻ ഇവരിൽ കൈയിട്ട് പൈസ ഇടണം. അപ്പൊ 2 വെച്ചു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവരെ കൈയിട്ട് വരുത്തുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഗായ്സ് ഈ ഒരു ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ജിസ്ന ജയിച്ചു. ജിസ്ന എന്റെ പൈസയും കൊണ്ട് പോയിട്ടുണ്ട്. 5 പാവം സാല 5 നമുക്ക് നെക്സ്റ്റ് ടൈം കൊടുക്കാട്ടോ. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആയി. ചലഞ്ചില് ഞാനായിരുന്നു പിന്നെ. അപ്പൊ നെക്സ്റ്റില് ഞാൻ വിന്നർ ആവാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ വിന്നർ ആവുന്നില്ലൊരു പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ അവിടെ വെച്ചേക്ക്. അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് കാണാം. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കും. കുറച്ച് നമ്മളെ ഫണ്ണും എല്ലാം കൂടിയിട്ട് ഇവര് പാട്ടിലായിട്ട് ഒരു കളർഫുൾ വീഡിയോ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്നാലും നമ്മള് എനർജി കിട്ടും. നിങ്ങൾ കണ്ടാൽ മാത്രമേ കിട്ടും. അപ്പം എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു വീഡിയോ കാണാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.